നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. റിങ് നമ്മൾ ചില മുൻ ക്ലാസ്സുകളിൽ മുൻ അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര ക്ലാസ്സുകളിൽ റിങ്ങിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടാവും. റിങ് ഒരു ആൾജിബ്രായിക് സ്ട്രക്ചറാണ് വിത്ത് 2 ബൈനറി ഓപ്പറേഷൻസ് ഉള്ള ഒരു ആൾജിബ്രായിക് സ്ട്രക്ചറാണ് വിത്ത് സർട്ടൻ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടാവും. സോ റിങ്ങിൻ്റെ ഡെഫിനിഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തിനാണ് ഇവിടെ റിങ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കാം. സോ ഈ യൂണിറ്റിലെ ഈ 3ാമത്തെ യൂണിറ്റിലെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഫംഗ്ഷനാണ്. അതായത് ഡിറ്റർമിനൻറ്റിനെ ഒരു ഫംഗ്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ഡിറ്റർമിനൻ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ n/n മെട്രിസസിൽ നിന്നാണ്. സോ ഡിറ്റർമിനൻ്റ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ടി ഓഫ് ദ, സപ്പോസ് ദിസ് ഈസ് ദ ഡൊമൈൻ ഓഫ് ദ ഡിറ്റർമിനൻ്റ് ഫംഗ്ഷൻ. സോ അങ്ങനെ ഈ ഡൊമൈനിൽ നിന്ന് ഇവിടെ ഒരു വേറൊരു സെറ്റിലേക്ക് ഉള്ള ഒരു ഫംഗ്ഷനായിട്ടാണ് നമ്മൾ ഡിറ്റർമിനൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ D is a function from this set to this set. So this is called the determinant function. Here we have our matrices. Here we will get the number or determinant of that matrix. So ഇവിടെ ഈ മെട്രിക്സിന് എൻട്രീസ് ഉണ്ടാവും അല്ലേ. സപ്പോസ് ഇത് 3x3 മെട്രിക്സുകളുടെ ഒരു കളക്ഷനിൽ നിന്നും അതിന് ഡിഫൈൻ ചെയ്ത ഡിറ്റർമിനൻറ്റ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മെട്രിക്സുകൾക്കെല്ലാം ഇവിടെ ഡൊമൈനിൽ ഒക്കെയും 3x3 മെട്രിക്സുകളാണ്. 3x3 മെട്രിക്സ്, 3 rows and 3 columns ഉള്ള 3x3 മെട്രിക്സുകൾ. ഈ 3x3 മെട്രിക്സിൻ്റെ ഡൊമൈനിൽ നിന്നും റേഞ്ചിലേക്ക് പോകാം. സോ ഇതിനകത്ത് ഞാൻ ഏതെങ്കിലും ഒരു മെട്രിക്സ്, ഫോർ എക്സാമ്പിൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു മെട്രിക്സ് എടുക്കുന്നു. ഡിറ്റർമിൻ 2 0 0 0 1 0 0 0 1 എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കുന്നു. നമുക്കറിയാം ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിറ്റർമിനൻറ്റ് വിൽ ബി ഈക്വൽ ടു 2 എന്ന് വരും. സോ ഇവിടെ എക്സ് ഇതിൻ്റെ ഇമേജായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ മെട്രിക്സിൻ്റെ ഇമേജായിട്ട് വരുന്നത് എന്തായിരിക്കും? 2 എന്ന് പറയുന്ന നമ്പറായിരിക്കും. അങ്ങനെ ഓരോ മെട്രിക്സും ഓരോ ഡിറ്റർമിനൻറ്റിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യും. സോ അതാണ് ബേസിക്കലി ഡിറ്റർമിനൻറ്റ് ഫംഗ്ഷൻ. സോ ഈ ഡിറ്റർമിനൻറ്റ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് എടുത്ത ഈ പർട്ടിക്കുലർ മെട്രിക്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഡൊമൈനിലുള്ള മെട്രിക്സുകളുണ്ടല്ലോ, ആ മെട്രിക്സുകളുടെ എൻട്രി ഒരു പർട്ടിക്കുലർ ആൾജിബ്രായിക് സ്ട്രക്ചറിൽ നിന്നാണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഫംഗ്ഷൻ്റെ കുറേ നല്ല പ്രോപ്പർട്ടികൾ നമുക്ക് കാണാനും കുറേ ആപ്ലിക്കേറ്റീവായിട്ടുള്ള പ്രോപ്പർട്ടികൾ എഴുതാനും പറ്റും. അപ്പോൾ അതായത് ഈ മെട്രിക്സുകളുടെ എൻട്രി, ഈ മെട്രിക്സുകൾ കൊടുക്കുന്ന ഈ നമ്പേഴ്സ് വരേണ്ടത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ജനറലി ഒരു റിങ്ങിൽ നിന്നാണ്. സോ ഇവിടെ ഈ മെട്രിക്സിൻ്റെ എൻട്രി എന്ന് പറയുന്നത്, ഇവിടെ എക്സ് എന്ന് പറയുന്നത്, ദിസ് ഷുഡ് കം ഫ്രം എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയിൽ നിന്നായിരിക്കണം ഈ മെട്രിക്സിൻ്റെ എൻട്രി വരേണ്ടത്, എല്ലാ മെട്രിക്സുകളുടെയും. അങ്ങനെ വന്നാലാണ് ഈ ഡിറ്റർമിനൻ്റ് ഫംഗ്ഷൻ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. സോ അതാണ് ഇവിടെ അതിനാണ് നമ്മളിവിടെ റിങ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ റിങ് ഡിഫൈൻ ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് പുതുമയുള്ളൊരു കാര്യമല്ല. റിങ് അറിയാം. റിങ് റെപ്രസെൻറ്റഡ് ബൈ കെ. നോക്കൂ, സപ്പോസ് കെ ഈസ് എ റിങ്, ദെൻ എന്താ, ദർ എക്സിസ്റ്റ് 2 ബൈനറി ഓപ്പറേഷൻസ്. എന്നിട്ട് അതിൽ 3 തരം റൂൾസ് ഉണ്ട്. ഫസ്റ്റ് 2 ബൈനറി ഓപ്പറേഷൻസ്, അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ബൈനറി ഓപ്പറേഷനായ അഡീഷന് കെ ഷുഡ് ബി ആൻ അബെലിയൻ ഗ്രൂപ്പ്. രണ്ടാമത്തത് സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷന്, കെ ഷുഡ് ബി അസോസിയേറ്റീവ്. K should be associative. That is, if A
B, C are elements of K, then what? A into BC is equal to AB into C. ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. And the third set of property is again this multiplication distributes over addition. So distributive property ആണ് അവസാനത്തത്, distributive property. So what is distributive property? A into B plus C is equal to AB plus AC. And it happens in the reverse direction also. So what is that? So suppose it is like A plus B into C, this is equal to AC plus BC. So distribution happens through both ends. So ഈ മൂന്ന് പ്രോപ്പർട്ടികളും ഉണ്ടെങ്കിൽ, ഈ മൂന്ന് പ്രോപ്പർട്ടികളും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ the algebraic structure, the set K can be called as a ring. ഈ റിങ് എന്നുള്ള പേര് വരാൻ തന്നെ കാര്യം നമ്മളിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, രണ്ടാമത്തെ ബൈനറി ഓപ്പറേഷൻ ക്ലോസ്ഡ് ആണെന്ന് പോലും നമ്മൾ പറയുന്നില്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ ബൈനറി ഓപ്പറേഷനായ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ ആകെ പറയുന്നത് അസോസിയേറ്റിവിറ്റി മാത്രമാണ്. ഈ അസോസിയേറ്റിവിറ്റി മാത്രം പറയുമ്പോൾ പോലും, ഈ അസോസിയേറ്റിവിറ്റി മാത്രം നിലനിൽക്കുമ്പോൾ പോലും യഥാർത്ഥത്തിൽ മൾട്ടിപ്ലിക്കേഷന് ഈ കെ ക്ലോസ്ഡ് ആയിപ്പോകും. അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഇതിൽ അകത്തെ രണ്ട് എലമെൻറ്റുകളെ, കെയിനകത്തെ രണ്ട് എലമെൻറ്റുകളെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഹാപ്പൻസ് ടു ബി ആൻ എലമെൻറ്റ് ഇൻ ദ സെയിം സെറ്റ്. അത് ഫോഴ്സ്ഡ് ആയിട്ട് അവിടെ വരും. അല്ലെങ്കിൽ ദ മൾട്ടിപ്ലിക്കേഷൻ റിങ്സ് ബാക്ക്. ദ മൾട്ടിപ്ലിക്കേഷൻ അഡിക്കൽ ബൈ റിങ്സ് ബാക്ക്. നോക്കൂ, നിങ്ങൾ റിങ് എങ്ങനെ ഇരിക്കുന്നത്? റിങ് ഇതാ ഇങ്ങനെയല്ലേ, ഈ ഒരു വളഞ്ഞല്ലേ റിങ് ഇങ്ങനെ ഇരിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ റിങ്സ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിങ്ങിന് പുറത്തേക്ക് പോകുന്നില്ല. ഈവൻ ഇഫ് ദർ ഈസ് നോ മെൻഷനിങ് ഓഫ് ദ ക്ലോഷർ പ്രോപ്പർട്ടി, ദ മൾട്ടിപ്ലിക്കേഷൻ become actually closed, or the multiplication rings back. So it get the name ring എന്നുള്ള നെയിം. നോക്കി, ഇനി റിങ്ങിൻ്റെ രണ്ട് വകഭേദങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങളോട് ആഡ് ചെയ്യാം. ഒന്ന്, വാട്ട് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് പേര് കേൾക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വ്യക്തമാണ്. ആരുടെ കമ്മ്യൂട്ടേറ്റിവിറ്റി ആയിരിക്കും ഇവിടെ പറയുന്നത്? മൾട്ടിപ്ലിക്കേഷൻ്റെ ആയിരിക്കും. നോ അതർ വേ. കാരണം അഡീഷൻ്റെ കമ്മ്യൂട്ടേറ്റിവിറ്റി ഈസ് ആൾറെഡി ദെയർ. സോ മൾട്ടിപ്ലിക്കേഷൻ്റെ കമ്മ്യൂണിറ്റി എന്താണ്? ഇഫ് എ കോമ ബി എലമെൻറ്റ് ഓഫ് കെ, ദെൻ വാട്ട് ഹാപ്പൻസ്? എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ. ദിസ് ഈസ്, ഈ പ്രോപ്പർട്ടി കൂടെ ഉണ്ടെങ്കിൽ റിങ്ങിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് വിളിക്കാം. കമ്മ്യൂട്ടേറ്റീവ് റിംഗ്. നൗ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ഓർ ഐഡൻറ്റിറ്റി വേറൊരു റിംഗ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ഓർ ഈവൻ റിംഗ് വിത്ത് യൂണിറ്റി, അത് പറഞ്ഞാൽ മതിയല്ലോ. റിംഗ് വിത്ത് യൂണിറ്റി, somebody says identity. റിംഗ് വിത്ത് യൂണിറ്റി, ഐഡൻറ്റിറ്റി എന്താണ്? ഈ കെയ്ക്കകത്ത് ഒരു എലമെൻറ്റിൻ്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുകയാണ്. ദാറ്റ് ഈസ് there exists one in K such that for every A belongs to K, 1 into A is equal to A into 1. ഈ രീതിയിലുള്ള ഒരു 1, ഈ പറയുന്ന 1ഉം കൂടെ അതിനകത്ത് ഉൾപ്പെടുകയാണെങ്കിൽ that ring K become a commutative ring with identity. So ഈ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് ഐഡൻറ്റിറ്റിയാണ് നമുക്ക് ഇവിടെ ഈ ഡിറ്റർമിനൻ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിറ്റർമിനൻറ്റിനെ n/n മെട്രിക്സുകളുടെ ഡൊമൈനിൽ നിന്ന് ഒരു റേഞ്ചിലേക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ, യഥാർത്ഥത്തിൽ ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന ഇവിടെ എങ്ങനെയാണെന്നറിയോ? ഈ n/n മെട്രിക്സിലെ എലമെൻറ്റുകൾ ഓരോന്നും ഇറ്റ് ഷുഡ് കം ഫ്രം എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് unity or commutative ring with identity, and the range should be the same commutative ring with identity. That is, ഇപ്പോൾ ഈ ഡൊമൈനെ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. kn/n എന്നാണ് റെപ്രസെൻ്റ്. kn/n എന്ന് പറഞ്ഞാൽ കെയിലെ എലമെൻറ്റുകൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയിലെ എലമെൻറ്റുകളാൽ സൃഷ്ടിക്കപ്പെട്ട മെട്രിക്സുകൾ. ആ മെട്രിക്സുകളാണ് ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ.
അതിൽ നിന്നും ഈ റേഞ്ച് ഏതാണെന്ന് അറിയൂ, റേഞ്ച് കെ തന്നെയാണ്. കെയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. മറ്റ് പല പ്രോപ്പർട്ടികളുണ്ട്, അത് നമ്മൾ കാണും. അതിൽ എൻ ലീനിയർ ഫംഗ്ഷനാണെന്ന് പറയും, അതിൽ ആൾട്ടർനേറ്റിംഗ് ഫംഗ്ഷനാണെന്നൊക്കെ പറയും. പക്ഷേ അതിനെല്ലാം മുമ്പേ നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് വേണ്ടത് ഇങ്ങനെ ഒരു ഡിറ്റർമിനൻ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഡിറ്റർമിനൻ്റ് ഫംഗ്ഷനിലെ ഡൊമൈനിലെ മെട്രിക്സുകളുടെ എൻട്രി ഷുഡ് കം ഫ്രം എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് ഐഡൻറ്റിറ്റി. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡെഫിനിഷനിലേക്ക് പോയത്. എന്താണ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് ഐഡൻറ്റിറ്റി എന്ന് അറിയണം. സോ അതിന് ആദ്യമായി റിങ്ങിൻ്റെ ഡെഫിനിഷനിലേക്ക് പോയി. എന്താണ് റിംഗ് എന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് നെയിം കിട്ടിയതെന്ന് പറഞ്ഞു. ബിക്കോസ് ദ എലമെൻറ്റ്സ് റിംഗ് ബാക്സ് or the closure property induces due to the associative property with all other properties of the group structure. So അത് റിംഗ് ആയി. പിന്നെ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് ഐഡൻറ്റിറ്റി, കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വന്നു, കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് ഐഡൻറ്റിറ്റി വന്നു. സോ നമുക്ക് വേണ്ടുന്ന ആ സെറ്റ് റെഡിയാണ്, വിച്ച് ഇസ് കെ. ദിസ് ഇസ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് ഐഡൻറ്റിറ്റി.